ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയൊക്കെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. അത് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങാം, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ +2 റിസൾട്ട് ഏകദേശം മെയ് 22 ഇപ്പോൾ അറിയാൻ സാധിച്ചത് എനിക്ക്. അപ്പോൾ അത് വെച്ച് പറയുകയാണ്, നമ്മുടെ കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ മകളും ഇപ്പോൾ +2 എക്സാം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് +2 റിസൾട്ടിനെ കുറിച്ച് ഇനി നമ്മുടെ മനസ്സിൽ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് റിസൾട്ടിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എത്ര മാർക്സ് കിട്ടിയാലും അത് നമ്മുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ്, അല്ലേ? ഈ കുട്ടികളുടെ പഠിത്തം എന്ന് പറയുമ്പോൾ അതിൽ പാരൻസിൻ്റെ റോളുണ്ട്, അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഇതുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സാഹചര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു കുട്ടിയുടെ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിന് നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട് നമ്മുടെ മനസ്സിൽ, നല്ല മാർക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമല്ലേ എന്നുള്ളത്. തീർച്ചയായും ഓരോ കുട്ടിക്കും നല്ല മാർക്ക് കിട്ടണം എന്നുള്ളത് രക്ഷകർത്താക്കളുടെ ഒപ്പം ടീച്ചേഴ്സിൻ്റെയും ഒപ്പം പാരൻസിൻ്റെയും കുട്ടികളുടെയൊക്കെ ആഗ്രഹമാണ്. പക്ഷേ നമ്മൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വേരിയേഷൻസ് മാർക്സിലുണ്ടാകാം. അത് സ്വാഭാവികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒരു മാർക്ക് നമുക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രഷനിലേക്കോ ടെൻഷനിലേക്കോ പാരൻസും കുട്ടികളും പോകാൻ പാടില്ല എന്നുള്ളത് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പണ്ടത്തെ സാഹചര്യങ്ങളിലല്ല ഇപ്പോൾ നമ്മുടെ മക്കളുള്ളത്. അവർക്കും അവരുടേതായ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്, അല്ലേ? ഓരോ മക്കളും നമുക്കറിയാൻ കഴിയില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ ഗൈഡൻസും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള പാർട്ട് കഴിഞ്ഞാൽ, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മക്കളെ ശകാരിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ഫിസിക്കൽ ടോർച്ചർ തീരെ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ചിലപ്പോൾ നമ്മുടെ ദേഷ്യത്തിന് നമ്മൾ ഒരു അടി അവർക്ക് കൊടുത്തു പോയി. അപ്പോൾ അവരുടെ ഒരു പണ്ടത്തെ ആ ഒരു നമ്മൾ എത്രയോ അടി കൊണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റേതായ ഒരു മാനസികമായ യാതൊരു വിഷമങ്ങളും നമ്മളെ പിന്തുടരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള മക്കൾക്ക് നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാലോ, അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് 2 വാക്ക് പറഞ്ഞാലോ ഒക്കെ അവർ വല്ലാതെ മാനസികമായി അഫക്റ്റഡ് ആകുന്നതായി നമ്മളിപ്പോൾ വീഡിയോസിലും മറ്റു കാര്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുകൂടി ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പാരൻസിനോ ഒരു കുട്ടിക്കോ എങ്കിലും മനസ്സിനൊരല്പം ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അത് വരാനുള്ള സമയത്ത് വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ ജയിച്ചാലും അല്ലെങ്കിൽ നല്ല ഹൈ മാർക്ക് സ്കോർ ചെയ്താലും ഒക്കെ അതിൻ്റേതായ ഒരു വികാരതലം എല്ലാവർക്കും ഉണ്ടാവും. പാരൻസിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമുക്കറിയാം, ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നുള്ള കാര്യം ഓരോരുത്തരും ഓർക്കുക. തോറ്റാൽ മാത്രമേ നമുക്ക് വിജയത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതറിയാൻ സാധിക്കും. അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് എന്തുമാത്രം ഹാർഡ് വർക്ക് ആവശ്യമാണ് എന്നുള്ളത് ഓരോ തോൽവികളും നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇനി ഞാൻ മാർക്സിലേക്ക് വരികയാണെങ്കിൽ, തീർച്ചയായും ഇനി +2 എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സസിലേക്ക് അഡ്മിഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഓരോ കോഴ്സസിന് ചേരണമെങ്കിൽ ഇത്ര % മാർക്ക് വേണമെന്ന് അവർ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ടല്ലേ.
MBBS പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്സ് വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വേണം, ലോ പഠിക്കണമെങ്കിൽ ഇത്ര വേണം എന്നൊക്കെ ഓരോ ക്രൈറ്റീരിയയിൽ മാർക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. റൂൾസാണ് ഓരോ കോളേജസിൻ്റെയും, അല്ലെങ്കിൽ അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് മാത്രമേ നമുക്ക് അഡ്മിഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു കുട്ടി അഡ്മിഷന് ചേരുന്ന സമയത്ത് തന്നെ ആ കുട്ടിയെ വളരെയധികം ടോർച്ചറസ് വേയിലല്ലാതെ സ്നേഹപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സുകളും ഒരു പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ ഉപരി അത് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാൽവയ്പ്പാണെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ വലിയ മാനസികമായ വിഷമത്തിനൊന്നും ഇടവരുത്താത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഗൈഡൻസ് കൊടുത്ത് പാഠഭാഗങ്ങൾ കുറേശ്ശെയായി അവരിലേക്ക് നമ്മൾ മനസ്സിലാക്കിക്കണമെന്നുള്ളതാണ്. എന്നും പഠിക്കാൻ കുറച്ച് സമയം നമ്മുടെ മക്കൾ നീക്കിവെക്കുന്നുണ്ട് എന്നുള്ളത് കുഞ്ഞു ക്ലാസ്സുകളിലെ നമ്മൾ പാരൻസ് ഉറപ്പുവരുത്തണം. പഠനം ഒരു ശീലമാക്കി മാറ്റണം. അതായത് അല്ലെങ്കിൽ പിന്നെ അവർ വലുതാവുമ്പോൾ നമ്മൾ കതിരിൻ്റെ പുറത്ത് വളം വയ്ക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. വളരെ ചെറിയ ക്ലാസ്സസിൽ തന്നെ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു ഫീലിംഗ് ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായാൽ അവർ തന്നെ സ്വയം അതിനുവേണ്ടി ഒരു സമയം വിനിയോഗിക്കും. അവർക്ക് തന്നെ മനസ്സിലാവും ഇതെൻ്റെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് മൈ സക്സസ് എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അവരെ നമുക്ക് ചെറിയ ക്ലാസ്സസിൽ നിന്ന് തന്നെ പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോൾ അതൊരു ശീലമാക്കണം. ഒരു ദിവസം ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ളത് കുഞ്ഞു ക്ലാസ്സസിലെ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ച് അവരോടൊപ്പം നമ്മളും കൂടി അങ്ങനെ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയേണ്ടത്. എൻ്റെ മോനെയൊക്കെ ഞാനും ഒരു ടീച്ചിങ് സ്റ്റാഫായിട്ട് സെയിം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മുംബൈയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻ അവിടുത്തെ സ്റ്റുഡൻ്റാണ് സെയിം സ്കൂളിൽ. അപ്പോൾ ഞാൻ അവനെ എനിക്ക് സമയം വളരെ കുറവായിരിക്കും പഠിപ്പിക്കാൻ. അപ്പം ക്ലാസ്സസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഓൺ ദ വേ തലേദിവസം ഒന്ന് റീക്യാപ്പ്, കാരണം നമുക്കവിടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ ഞാനതെല്ലാം ഈവനിങ്ങിൽ എല്ലാം ഇങ്ങനെ അവനാദ്യം ഇതൊന്ന് മനസ്സിലാക്കിക്കും, അവന് പഠിക്കാനൊരു സമയം കൊടുക്കും. അതിനുശേഷം ഞാൻ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വയ്ക്കും. എന്നിട്ട് പിന്നീട് അവൻ ഈവനിങ്ങിൽ വരുമ്പോൾ ഫ്രഷപ്പൊക്കെ ആയതിന് ശേഷം ടീ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെന്താ കഴിക്കേണ്ടത് അതെല്ലാം കൊടുത്ത് ഒന്ന് ഹാപ്പിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് മോനെ ഇതൊന്ന് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഒന്ന് എഴുതി വയ്ക്കുമെന്ന് ഞാൻ പറയും. അപ്പോൾ അതനുസരിച്ച് അവനറിയാവുന്ന ആൻസേഴ്സ്, ഒരു പ്രഷറും ഇല്ല, ഒന്നുമില്ല, അവനറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൻ അതിനകത്ത് എഴുതും. പിന്നെ അതൊരു ശീലമായി, ഒരു ഹാബിറ്റായി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം, എങ്ങനെയൊക്കെയാണ് അവരെ ഞാൻ പഠിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് പിന്നീട് നമ്മൾ വീട്ടിൽ മലയാളമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ആ ഒരു ഫ്ലുവൻസി എൻ്റെ മോനും കിട്ടുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോൾ മലയാളം, സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓൺ ദ വേ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് മോനുമായിട്ടുള്ള കോൺവെർസേഷൻ, ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് നമ്മൾ താമസിച്ചിരുന്നിടത്തുനിന്ന് സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ ഞാനൊരു പോകുന്ന വഴിക്കുള്ള കോൺവെർസേഷൻസൊക്കെ ഇംഗ്ലീഷിലാക്കി സംസാരിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അതുമായിട്ട് മിങ്കിൾഡായി, കോപ്പറേറ്റായി. ഇപ്പോൾ അവൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയായി മാറി. പിന്നീട് അവന് എൻജിനീയറിങ്ങിന് അഡ്മിഷനും കിട്ടി. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, വളരെ കാലമായി നമ്മൾ പരിശ്രമിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുവന്നതാണ്. അതിൽ എൻ്റെ കഷ്ടപ്പാടുണ്ട്, അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കഷ്ടപ്പാടുണ്ട്, അതുപോലെ തന്നെ അവൻ്റെയും ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഒരു സക്സസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കഷ്ടപ്പാടല്ല കേട്ടോ, വർഷങ്ങളോളം ഇതുപോലെ ആയിരിക്കുമല്ലോ ഓരോ പാരൻസിനും അവരുടെ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്ന വിഷമങ്ങളും അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദങ്ങളും ഒക്കെ. അപ്പോൾ അത് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും നമ്മുടെ മക്കളൊരു നല്ല ക്വാളിഫൈഡ് ആവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമെന്നൊക്കെയുള്ള ഒരാഗ്രഹം. എൻ്റെ മകൻ എൻജിനീയറിങ്ങിന് പോയത് അവൻ്റെ ഇഷ്ടത്തിനാണ്. എനിക്ക് അവനെ ഒരു ടീച്ചറാക്കണമെന്നായിരുന്നു ആഗ്രഹം. ബട്ട് അവൻ്റെ ഇഷ്ടം അതായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒപ്പം നിന്നു എന്നുള്ളതേ ഉള്ളൂ.
അതുപോലെ ഓരോ മക്കൾക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. നമ്മൾ അവരുടെ പുറത്ത് നമ്മുടെ പ്രഷർ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ആസ് എ ടീച്ചർ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മോനോ മോളോ ഒരു ടീച്ചറാകണം എന്ന് എനിക്ക് ഓഫ് കോഴ്സ് ഒരാഗ്രഹമുണ്ട്. പക്ഷേ അതെൻ്റെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ അവർക്ക് എന്താണോ ഇഷ്ടം അതായിരിക്കും അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ആരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരെ അടിച്ചേൽപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ ഒരു റൈറ്റ്സ് ആസ് പാരൻസ് നമുക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പിൽക്കാലത്തിൽ അത് നമ്മുടെ പുറത്ത് അവർക്കൊരു ദേഷ്യത്തിന് കാരണമാവാനും വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇഷ്ടത്തിന് അവരെ വിടുക. മാർക്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്സ് കിട്ടിയില്ല എന്ന് വേദനിച്ച് കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. എക്സാമിന് മുന്നേ അവരെ അവർക്കൊരു മാനസിക സമ്മർദ്ദമില്ലാത്ത രീതിയിൽ അവരുടെ തുടക്കകാലങ്ങളിൽ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന നാൾ മുതൽ തന്നെ ചെറിയ രീതിയിൽ അവരുടെ മനസ്സിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് കൊടുക്കുക. പഠനത്തിന് വേണ്ടിയുള്ള ഒരു സമയം അവർക്ക് മാറ്റിവെക്കുക. നമ്മളും അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത്. അത് നമ്മളെ ഒരു പരിധിയല്ല, നല്ല 100-ൽ 85% വരെ അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളെ പഠനത്തിൽ നല്ല രീതിയിൽ മാർക്സ് വാങ്ങാനും അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ +2 റിസൾട്ട്സ് കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും അവരുടെ പാരൻസിനും വിജയാശംസകൾ നേരുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.